ഹായ് പ്രിയമുള്ളവരെ, നമ്മൾ ഈ പ്രവാസികൾക്ക് നമുക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളുണ്ടാവും നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഒരു ചെറിയ തലവേദനയോ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ക്ലേശമോ ഒരു ശാരീരിക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തോ ആവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ റൂംമേറ്റ്സ് ഉണ്ടാവും, നമുക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ അൾട്ടിമേറ്റ്ലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഭാര്യയോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളവരെ വിളിക്കും. അവരെ വിളിക്കുമ്പം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഈ അസ്വസ്ഥത നമ്മളിങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി അവരോട് ഇങ്ങനെ പറയും. സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഒരു റിയാക്ഷൻ ചിലപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നതായിരിക്കും. അതിനൊരു കാരണം ഉണ്ടാവും. ചിലപ്പോൾ അവരും അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൊക്കെ ആയിരിക്കും. ഇപ്പം അങ്ങനെ നമ്മൾ ചില സമയത്ത് ഉണ്ടാവും, നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മുടെ വീട്ടുകാരില്ല, നമ്മുടെ വൈഫില്ല, അല്ലെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരില്ല എന്നൊക്കെ ഉള്ള ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് നമ്മൾ ഒറ്റയടിക്കെത്തും. ഇതെന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് നമ്മളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താൽ ക്ലിയർ പിക്ചർ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്ക് രണ്ട് വശമായിട്ട് എടുക്കാം. ഒന്നാമത്തത് പ്രവാസിയുടെ വശം, രണ്ടാമത്തത് പ്രവാസിയുടെ ഭാര്യയുടെ വശം, അല്ലെങ്കിൽ ആരെയാണോ പ്രവാസി വിളിച്ചത് അവരുടെ വശം. ലെറ്റ്സ് നമ്മളിപ്പോൾ സാന്ദർഭികമായിട്ട് നമുക്ക് അത് പ്രവാസിയുടെ ഭാര്യ വെക്കാം. അപ്പം പ്രവാസിയായ ഭർത്താവ്, പ്രവാസിയുടെ നാട്ടിലുള്ള ഭാര്യ, പ്രവാസിയായ ഭർത്താവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. അപ്പം ആളാദ്യം ചിന്തിക്കുക, ഒരു കമ്പനിയിൽ ഒരു മാനേജറുടെ അണ്ടറിൽ 5 ദിവസം 6 ദിവസം ആഴ്ചയിൽ ജോലി എടുക്കുന്നു. എനിക്കിഷ്ടം പോലെ വഴക്ക് കേൾക്കാറുണ്ട്, എനിക്കിഷ്ടം പോലെ ചീത്ത കേൾക്കാറുണ്ട്, വർക്ക് പ്രഷറുണ്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ സ്ട്രെസ് ഉണ്ട്. ജോബുമായിട്ടും ജോബ് അല്ലാതെയും ഉണ്ട്. നമ്മൾ ഉദാഹരണത്തിന് ദുബായിലൊക്കെ താമസിക്കുന്നവർ വണ്ടി എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രാഫിക്കാണ്. റോഡിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ, ഫൈന്, ക്യാമറ അടിക്കുന്ന അത് വേറെ രൂപത്തിൽ. ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് എത്തുമ്പോൾ ചിലപ്പം വൈകും. അപ്പം വന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വൈകും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീട്ടിലേക്ക് വിളിക്കണം. വീട്ടിലെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ചധികം സംസാരിക്കേണ്ടി വരും. വീട്ടിൽ ഭാര്യ ഉണ്ടാവും, പേരൻസിനെ വേറെ വിളിക്കണം, കുടുംബക്കാരെ അതിൻ്റെ അപ്പുറത്തേക്ക് വിളിക്കണം. ഇങ്ങനെ നമ്മൾ അപ്പോഴത്തേക്ക് നമുക്ക് 12 മണിയായി. പിന്നെ നമുക്ക് കിടക്കണം. രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് വേണം പോകാൻ. വീണ്ടും നമ്മൾ ട്രാഫിക്കിൽ പോയി നിൽക്കാനുള്ളതാണ്. രാവിലെ 9 മണിക്ക് മീറ്റിംഗ് ഉള്ളതാണ്. മീറ്റിങ്ങിനുള്ള റിപ്പോർട്ട് നമ്മൾ വെക്കണം. ഈ റിപ്പോർട്ട് വെച്ചു, റിപ്പോർട്ടിൻ്റെ അകത്ത് റിസൾട്ട് കണ്ടില്ല എങ്കിൽ അതിന് വേറെ ചീത്ത നമ്മൾ മീറ്റിങ്ങിലിരുന്ന് കേൾക്കണം. ഇത് കഴിഞ്ഞ് ക്ലയൻസിനെ കാണാൻ വേണ്ടി പോകണം. ക്ലയൻസ് നമ്മളുടെ ഡീലിന് എഗ്രി ആയിട്ടില്ലെങ്കിൽ അതിൻ്റെ ടെൻഷൻ നമ്മൾ അടിക്കണം. ഇങ്ങനെ ജോബ് റിലേറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ്സായി. ഔട്ട്ഡോർ സെയിൽസിലോ ഔട്ട്ഡോറിൽ പണിയെടുക്കുന്നതാണെങ്കിൽ വീണ്ടും ട്രാഫിക്ക് നമ്മൾ കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ തലവേദന വന്നു, നമുക്ക് നമ്മുടെ കുട്ടിയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ ഭാര്യയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ഇതുവരെയാണ് ആരുടെ കഥ, ഈ പ്രവാസിയായ ഭർത്താവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി നമ്മൾ ഈ പ്രവാസിയുടെ ഭാര്യയായ രണ്ടാമത്തെ വ്യക്തിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. ഭാര്യ രാവിലെ 6 മണിക്ക് എണീക്കുന്നു. രാവിലെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. കുട്ടികളെ രാവിലെ ഒരു 7 മണിക്കോ അല്ലെങ്കിൽ 7:30-ക്കോ വിളിച്ചുണർത്തുന്നു. അതിന് ശേഷം അവർ ഭയങ്കര സ്ലോ ആയിരിക്കും. ഇപ്പം അവരെ വിളിച്ച് അവരുടെ പിന്നാലെ 2-3 കുട്ടികളുണ്ട്, അവരെ പിന്നാലെ കൂടിയിട്ട് അവരെ കുളിപ്പിച്ച് അവരെ ഡ്രസ്സ് ഇടിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ബാഗിലേക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ടൈം ടേബിൾ നോക്കി ആ ബുക്ക് എടുത്ത് വെച്ച് അതിനുശേഷം അവരെ സ്കൂൾ വാനിലോ അല്ലെങ്കിൽ അവരെ സ്വന്തമായിട്ട് വണ്ടിയിലാണ് കൊണ്ടുവിടുന്നതെങ്കിൽ അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് അതിനുശേഷം വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 10 മണി 9 മണിയൊക്കെ ആയി. ഇനി വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നോക്കണം, വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ വേറെ ഉണ്ടാക്കണം, പ്രായമായ ഭർത്താവിൻ്റെ പേരൻസിനെ നോക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങൽ, അതൊരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡീൽ അവർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുക. പിരിവുകാർ, ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ കലാപരിപാടികളൊക്കെ അതും അവരാണ് ഹാൻഡിൽ ചെയ്യുക. അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായപ്പോഴത്തേക്ക് വീടിൻ്റെ കാര്യങ്ങൾ വൃത്തിയാക്കലും അതും ഇതും കുട്ടികളുടെ റൂമും ഒക്കെ വൃത്തിയാക്കി ഇതെല്ലാം ചെയ്തിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ 2 മണിക്കോ 3 മണിക്കോ ഒക്കെ ആയിരിക്കും. അപ്പോഴത്തേക്ക് കുട്ടികൾ വരാറായി കഴിഞ്ഞാൽ അവരെ പോയി ആനയിച്ച് സ്വീകരിച്ച് കൊണ്ടുവന്ന് വീട്ടിലേക്ക് അതൊക്കെ അഴിപ്പിച്ച് വെച്ച് വീണ്ടും ഫ്രഷാക്കി. ട്യൂഷനൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ അവർ ട്യൂഷന് വേണ്ടിയിട്ട് പറഞ്ഞൊരാളെ സെറ്റപ്പായി. അപ്പോഴത്തേക്ക് വൈകിട്ട് 5 മണിയായി. അപ്പോൾ വീട്ടിലേക്കുള്ള ചായ ഉണ്ടാക്കലും മുറ്റടിക്കലും അതും ഇതും ഒക്കെ ആയിരിക്കുന്നു. ഇനി അതിൻ്റെ ഇടയ്ക്ക് അവർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെച്ചൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അതിന് പ്രൊജക്റ്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനുവേണ്ടി സമയം കണ്ടെത്തണം. അപ്പോഴത്തേക്ക് വൈകിട്ട് കുട്ടികൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നത്തെ പാഠങ്ങൾ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്ന രാത്രി ഇരുന്നിട്ട് അവർ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം അവർ വീട്ടിലെ അധ്യാപകരും കൂടാണല്ലോ. കുട്ടികളുടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു. നമ്മൾ കുട്ടികളാണ്, നമ്മൾ ഈ റിമോട്ട് ഇട്ട പോലെ കറക്റ്റായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെയും
പഠിപ്പിക്കുന്ന സാറുമാരെ ഞെട്ടിക്കാനുള്ള ഒരു ഓവർ സ്മാർട്ട് കളി ഉണ്ടാവും നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികളാണല്ലോ. അപ്പം ഈ ഭാര്യ പറയുന്ന രൂപത്തിൽ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പോവില്ല. അപ്പം അവരവരുടേതായ രൂപത്തിൽ അത്ര ലാഗൊക്കെ അടിപ്പിച്ചിട്ടേ അവർ പോവുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആകെ രാവിലെ മുതൽ ഈ പാവം വൈകിട്ട് വരെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് ഈ ലാഗടിയും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും. അപ്പോഴത്തേക്ക് ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും, രാത്രി ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും. ഇതുവരെയാണ് ഈ ഭാര്യയുടെ പോയിന്റ് ഓഫ് വ്യൂ. എപ്പോഴാണ് ഭർത്താവായ ഈ പ്രവാസി ഫോൺ ചെയ്യുന്നത്? അപ്പം എങ്ങനെയായിരിക്കും ആ ഭാര്യയുടെ പ്രതികരണം ഉണ്ടാവുക? ഭാര്യ രാവിലെ 6 മണിക്ക് എണ്ണീറ്റ് മുതൽ ഈ 8:30 വരെ യുദ്ധം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ പാവം പ്രവാസി വിളിക്കുന്നത്. അപ്പോഴാണ് ഈ ഭാര്യയുടെ പ്രതികരണം ഇങ്ങനെ. ഇപ്പോൾ പ്രവാസിയുടെ പരാതി ഇതാണ്: ഭാര്യ നമ്മളെ സ്നേഹിക്കുന്നില്ല, ഭാര്യ നമ്മളെ പരിഗണിക്കുന്നില്ല, ഭാര്യയ്ക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഭാര്യയെ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള പരാതി. ഇനി നിങ്ങൾ പറയും, ഇതിലെ ഈ ആരുടെ ഭാഗത്താണ് ശരി? ഞാൻ പറയും രണ്ടുപേരുടെ ഭാഗത്തും ശരിയുണ്ട്, അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതിതാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. എപ്പോഴും ഏതൊരു കാര്യത്തിനും ഏതൊരു അവസ്ഥയിലും പറയുന്നതിനേക്കാളും എന്തുകൊണ്ട് ഉചിതമാണ് നമ്മുടെ ഭാര്യയോ ഭർത്താവോ പറയുന്നത് കേൾക്കുന്നത്. കേട്ടിട്ട് അതിന് വളരെ ഷോർട്ടായിട്ട് ആശ്വാസകരമായ മറുപടികൾ കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.